ഹലോ ഗൈസ്, ഈ വീക്കെൻഡിൽ മഴയൊക്കെ പെയ്താലുണ്ടല്ലോ ഭയങ്കര ഒരു മൂഡാണ്. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വീക്കെൻഡാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മഴയൊക്കെ നോക്കി കണ്ടു നിന്ന് ആസ്വദിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു കോഫി കുടിച്ചിട്ടാവും ഇന്നത്തെ വീക്കെൻഡ് തുടങ്ങുന്നത്. ഇന്നലെ രാത്രി കണ്ടു തുടങ്ങിയ പ്രിൻസ് എന്ന മൂവി പെൻഡിങ് ലിസ്റ്റിലാണ്. ബാക്കി കൂടെ കണ്ടു തീർക്കാനുണ്ട്. രാത്രി 10 മണിയായപ്പോഴത്തേനും ഞാൻ ഫ്ലാറ്റായി. അതുകൊണ്ട് ഇന്ന് രാവിലെ അത് ബാക്കി കൂടെ കണ്ടിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ട അത്രയും ഹൈപ്പൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മൂവി കണ്ടിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും അവിടെയൊക്കെ നല്ല നല്ല കോമഡീസ് ഒക്കെ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കാം. ഒരു വൺ ടൈം വാച്ച് മൂവി തന്നെയാണ്. അപ്പോൾ ഇന്നൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പൂതി. അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാധാ ഗാർലിക് ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ എടുക്കുക. അതിനകത്തേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിട്ടു. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കുറച്ച് മിക്സഡ് ഹെർബ്സ് ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡിനകത്തോട്ട് അത് തേച്ചിട്ട് പിന്നെ ഈ 2 ബ്രെഡിന്റെ അകത്തേക്ക് ഒരു ചീസിന്റെ സ്ലൈസും കൂടെ വെച്ചിട്ട് നല്ല മുരിച്ച് ഇങ്ങോട്ട് എടുക്കണം. പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ ഒരു ആഡംബരത്തിന് കുറച്ച് സോസേജും കൂടെ പൊരിച്ച് പ്ലേറ്റിൽ വെച്ചാൽ ഒരു അലങ്കാരത്തിനുള്ള വകുപ്പും കൂടെ ആയല്ലോ. ഞാൻ ആക്ച്വലി ഒരു ബ്രെഡ് ഫാൻ ആണ് കേട്ടോ. ബ്രെഡ് വെറുതെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ ജീവിതത്തിൽ ഞാൻ കഴിച്ച ബ്രെഡുകളിൽ ഏറ്റവും നല്ല ബ്രെഡ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും സെന്റ് ജോസഫ് കോൺവെന്റിലെ ബോർഡിംഗ് ജീവിത കാലഘട്ടത്തിൽ ഞാൻ കഴിച്ച അവിടുത്തെ ബ്രെഡാണ്. പഠിക്കാൻ ഭയങ്കര മിടുക്കിയായതുകൊണ്ട് പപ്പ അതിന് 1 വർഷം അവിടെ കൊണ്ട് തള്ളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കന്യാസ്ത്രീ ആവാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ പപ്പ തന്നെ വന്ന് പായും കിടക്കൊക്കെ മടക്കിയെടുത്ത് തിരിച്ചു വീട്ടിൽ കൊണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എനിക്ക് അവിടെ ഏറ്റവും ആകെ ഇഷ്ടപ്പെട്ടിരുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രെഡും ബട്ടറും ആയിരുന്നു കേട്ടോ. അപ്പം അവിടെ ആഴ്ചയിൽ 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ബ്രെഡിന്റെ കൂടെ കറി ആയിരിക്കും, ഒരു ദിവസം ബ്രെഡും ബട്ടറും ആയിരിക്കും. അപ്പോൾ ഈ ബ്രെഡും ബട്ടറും ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ ആന കരിമ്പുകാട്ടെ കയറുന്ന അവസ്ഥയാണ്. എല്ലാം കൂടെ കയറി ചെന്നിട്ട് പിന്നെ ഒരു മേളമാണ്. ബ്രെഡ് പോയ വഴിയും ബട്ടർ പോയ വഴിയൊന്നും പിന്നെ അറിയത്തില്ല. അപ്പോൾ ഇനി അടുത്ത കലാപരിപാടി എന്താന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. അപ്പോൾ സാറ്റർഡേ സൺഡേസ് വരുമ്പോഴാണ് ക്ലീനിങ് നടത്തുന്നത്. അപ്പം കാര്യമായിട്ടുള്ള ക്ലീനിങ്. പക്ഷെ അത് മിക്കപ്പോഴും ഇങ്ങനെ തൂപ്പും തുടപ്പും ഒക്കെ ആയിട്ട് അങ്ങ് അവസാനിക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഇരുന്ന് പൊടി പിടിക്കാറുള്ള കാര്യം മറന്നേ പോവും. അപ്പൊ ഇന്ന് അതും കൂടെ ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ക്ലീനിങ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ വീക്കെൻഡ്സിൽ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിനെല്ലാത്തിനും കൂടെ സമയം നമ്മൾ തന്നെ കണ്ടെത്തണമല്ലോ. നമ്മൾ തന്നെ ആകെ ടയർഡായി പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ബ്രെഡ് കൊണ്ടിട്ടുള്ള പരിപാടികളോ അല്ലെങ്കിൽ ഉപ്മാവോ ഒക്കെ ആയിട്ട് ഒന്ന് ഒതുക്കുക. പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ സൺഡേയിലേക്ക് കൂടെ കുറച്ച് കരുതിയാൽ നമുക്ക് സൺഡേ എങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിനി ചോറ് വെക്കണം. പിന്നെ കറി എന്തൊക്കെയൊക്കെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. സാമ്പാർ, കുറച്ച് തീയല്, പിന്നെന്താ മെഴുക്കുവരട്ടി ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും സാലഡ് വല്ലതും ചെയ്യാന്ന് വിചാരിക്കുന്നു. കാര്യമായിട്ട് ഇന്ന് ലഞ്ചിന് വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. മീൻ അരപ്പ് വരട്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പൊരിക്കുക. അപ്പോൾ അതിന്റെ സൈഡിലൂടെ ബാക്കി ക്ലീനിങ് കൂടെ നടത്തുവാണ്. അപ്പോൾ ഇന്ന് സേവനവാരം ആയതുകൊണ്ട് കിച്ചൂസിന്റെ ബുക്ക് ഷെൽഫും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പൊ അവള് വലിയ സങ്കടമൊന്നും ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യുവാണ്. നിങ്ങൾക്കും സമയമൊക്കെ കിട്ടുവാണെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്യണേ. നല്ല ഹാബിറ്റാ. എന്റെ അമ്മ ഇപ്പൊ മീൻ പൊരിക്കുവാണ്. എന്റെ ഫേവറേറ്റ് മീൻ നെത്തോലിയാണ്. ഇത് ഏത് മീനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചു നേരത്തേക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ട് കിച്ചൂസ് വന്നതാ കേട്ടോ. കുറെ നേരമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, എനിക്കും കൂടെ ഒരു അവസരം താമമ്മ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പറഞ്ഞോളൂ. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നല്ല തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാനായിട്ടൊരു ആഗ്രഹം. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇപ്പൊ വൈകിട്ട് ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് പുറത്തൊക്കെ പോകണം. അതിന് മുന്നേ ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ ഓർഡർ ചെയ്ത് വന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അരപ്പൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് എടുക്കുക. അതിനകത്തേക്ക് മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, ഉപ്പ്, കുറച്ച് എണ്ണ ഇത്രയും കൂടെ ചേർത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് മറക്കല്ലേ കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഇങ്ങനെ കുഴച്ച് മറിച്ചെടുക്കണം. ശവത്തി കുത്തുക എന്ന് കേട്ടിട്ടില്ലേ ഗൈസ്? അതുപോലെ നമ്മൾ വെറുതെ ഇതിനെ ഒന്ന് കുത്തി മാനസികമായിട്ട് തളർത്തണം. അതിനുശേഷം വേണം ഈ അരപ്പയ്ക്കൊന്ന് പുരട്ടാനായിട്ട്. എന്നാലേ നന്നായിട്ട് അരപ്പ് പിടിക്കുള്ളൂ.
ഈ പുറത്തു പോയുള്ള തീറ്റി കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പം എപ്പോഴും ഇങ്ങനെ എല്ലാ ആഴ്ചയിലും പുറത്തു പോയി കഴിക്കുന്നതൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പോവാറില്ല, നല്ല പോവാറൊക്കെ ഉണ്ട്. ഭയങ്കര ക്രേവിങ് വരുമ്പോഴും പിന്നെ ആ ഒരു പുറത്തു പോയിരുന്നുള്ള കഴിപ്പെന്ന് പറയുന്നത് നമുക്ക് ഒന്നും അറിയണ്ടല്ലോ. നമ്മൾ ഇതെല്ലാം തന്നെ ചെയ്യണം. മറ്റേതാകുമ്പോൾ പോയിരുന്ന് കഴിക്കുക, എണീറ്റ് കൈകഴുകി പോവുക. അപ്പോൾ ആ ഒരു പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയിട്ട് പോവാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പൊ മിക്ക സ്ഥലത്തും നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ കൊടുക്കുന്ന ആ ഒരു വിലയ്ക്ക് അല്ലെങ്കിൽ ആ പ്രൈസിനുള്ള അത്രയും ഫുഡ് ക്വാണ്ടിറ്റി പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഭയങ്കര ഹൈപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിംഗ് ആണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഒന്ന് പോയി. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് തുണി എടുക്കാൻ. തുണി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈനിങ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കഴക്കൂട്ടത്തുള്ള ഒരു അശ്വതി വെഡിങ് മോളിൽ കയറി. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള മിനി ഈറ്റ്സിൽ കയറിയിട്ട് 2 ചായ അങ്ങോട്ട് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ചായയുടെ കൂടെ ഒരു കൊഴുക്കട്ടയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. കൊഴുക്കട്ട എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഈ തിരക്കിനും ബഹളത്തിനും ഇടയിലൊക്കെ ലൈഫ് ഇടയ്ക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യണമെന്നേ, അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമില്ലേ. അപ്പോൾ കൊഴുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഇവിടുത്തെ കൊഴുക്കട്ട നല്ല ടേസ്റ്റി ആയിരുന്നത് കൊണ്ടും ഞാൻ 2 കൊഴുക്കട്ടയും 2 ഇലയുടെയും പാഴ്സൽ വാങ്ങി. ഇന്ന് കഴിക്കാനല്ല, നാളെയോ മറ്റന്നാളോ ഒക്കെ ഫ്രിഡ്ജിലിരുന്നാൽ നമുക്ക് ഇടയ്ക്ക് ചൂടാക്കിയൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെ സാറ്റർഡേ അവസാനിക്കാറായി. ഇനി ഒരു സൺഡേ മാത്രം ബാക്കിയുണ്ട്. വളരെ പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ കേട്ടോ. കുറച്ച് സ്പീഡ് കൂടുതലാണോ എന്നൊരു ഡൗട്ട്. രണ്ടുപേരും കൂടെ എന്നെ കൂട്ടാതെ എവിടെയാ കറങ്ങാൻ പോയത്? ഞാൻ കളിക്കുകയായിരുന്നു, അപ്പൊ ടാറ്റ പറഞ്ഞിട്ട് പോയതാ. ഞങ്ങൾ എവിടെയും പോയില്ല, എണ്ണ വാങ്ങിക്കാനൊക്കെ പോയതാ. കിച്ചൂസ് ഇന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ സിനിമ കാണാൻ വല്ലതും പോയതാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? ചബിയന്റെ സിനിമ ഉണ്ട്. ചബിയന്റെ കൂടെ പോയതല്ല, നമ്മള് പോയിട്ടൊരു 1 hourന്റെ അകത്ത് തിരിച്ചു വന്നല്ലോ. അപ്പൊ കിച്ചൂസ് ഇവിടെ അടുത്ത് സുമന്റെ വീട്ടിലിരിക്കുവായിരുന്നു. കളിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോണേന്ന്. അപ്പൊ അവളെയും കൂടെ തിരിച്ചു വിളിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. ഇനിയിപ്പോ പോയിട്ട് ബാക്കി ഡിന്നറിനുള്ള പരിപാടികൾ തുടങ്ങണം. അപ്പോൾ ഡിന്നർ ടൈം ആയി. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയ ചിക്കൻ എടുത്ത് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി കുറച്ച് സോസും കൂടെ ഉണ്ടാക്കിയാൽ ഇന്നത്തെ ഭക്ഷണ പരിപാടികളൊക്കെ തൽക്കാലം അവസാനിപ്പിക്കാം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 3 പേർക്കും നല്ല ധാരാളമായിട്ട് കിടക്കാനുള്ള സ്ഥലം ഉണ്ടെന്നേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇനി ചിക്കൻ സെറ്റ് ആവുന്നതിനിടയിൽ നമുക്ക് സോസും ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കൻ നമ്മൾ ഒരു 12 മിനിറ്റ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ തുറന്നു നോക്കിയിട്ട് പിന്നെ അതിനെ മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 12 മിനിറ്റ്. അപ്പോഴും ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവണം തോന്നും. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ ഒരു 27 മിനിറ്റ് ഒക്കെ വേണ്ടി വരും ചിക്കൻ ഒന്ന് മൊത്തത്തിൽ ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. പിന്നെ എയർ ഫ്രയർ ആകുമ്പോൾ അറിയാലോ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ചെറുതായിട്ട് കുറച്ച് എണ്ണയൊന്നും ഇങ്ങനെ മേളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സോസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മയണൈസും ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കഫേയിലൊക്കെ പോയിരുന്ന് കഴിക്കുന്ന അതേ ഒരു ഫീലോടുകൂടിയൊക്കെ തന്നെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഡിന്നർ എന്ന് പറയുന്നത്. വീക്കെൻഡിൽ സാറ്റർഡേ അവസാനിക്കുവാണ്. ഈ വ്ലോഗും ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.